നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന യുവതിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയെ മനസ്സിലായിരിക്കുകയാണ്, പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് പ്രതി എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അന്വേഷണമൊക്കെ നടന്നത്. ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സൗഹൃദത്തിലായത്. മാത്രമല്ല, ഇയാൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊലപ്പെടുത്തും എന്ന ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത്. ആതിര റീൽസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമായിരുന്നു. ഇത്തരത്തിലാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. ഇയാൾ വിവാഹമോചനം നേടി നിൽക്കുന്ന ഒരു യുവാവാണ് എന്നാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടുന്ന വിവരം. വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ജോൺസൺ. അതിനിടയിൽ സൗഹൃദത്തിലാകുന്നു. മാത്രമല്ല, ഈ ആതിരയോട് മകനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണം എന്ന ഒരു ആവശ്യം യുവാവ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ ആവശ്യം ആതിര അംഗീകരിച്ചില്ല. ഇതാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞു. എന്തായാലും ഇനി പ്രതിയെ കണ്ടെത്തുക എന്ന വലിയൊരു ദൗത്യമാണ് പോലീസിന് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ഒരു വ്യക്തതയില്ലാതെ നിലനിന്നിരുന്ന ഒരു ചോദ്യമാണ് പ്രതി ആര്, പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്. എന്നാലും പ്രതിയെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൺ സുഹൃത്താണ് ആതിരയെ കൊന്നതെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ആതിരയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രതി ആതിരയുടെ സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത്. ഈ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. പ്രതി ഈ ഒരു സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച ശേഷം ട്രെയിനിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. എന്തായാലും കഴിഞ്ഞ ദിവസം ആതിരയുടെ വീട്ടിൽ കടുത്ത പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, ഇയാള് പെരുമാതുറ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നു. ഈ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11:30 വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആതിരയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാനം സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ഇയാൾ കൃത്യം നടത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. എല്ലാ മാസവും ആതിരയെ കാണാൻ ഇയാൾ എത്താറുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ യുവാവ് താമസിക്കാറുള്ളത് പെന്മാതുറയിലെ മുറിയിലാണ്. 3 ദിവസം മുൻപ് ഇയാൾ ആതിരയോട് തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഭർത്താവിനോട് ആതിര പറഞ്ഞപ്പോൾ ഇത് നമുക്ക് ആരെങ്കിലും അറിയിക്കാം എന്നൊരു നിർദ്ദേശം ഭർത്താവ് മുന്നോട്ട് വെച്ചു. പക്ഷേ പുറത്തറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന ഒരു ഭീഷണി ആതിര മുഴക്കിയത് കൊണ്ട് ഈ ഒരു വിവരം പുറത്ത് പറഞ്ഞില്ല. ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട്. പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കൊണ്ടാണ് ആതിരയെ കുത്തിയത്. ഇൻസ്റ്റഗ്രാം സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. എന്തായാലും ഈ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതിയെ പിടികൂടാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ്. പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചത് വളരെ നിർണായകമായി മാറിയിരിക്കുന്നു. ഇനി പ്രതിയെ കണ്ടെത്തുക എന്ന ആ ഒരു ദൗത്യമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്, എങ്ങനെ ഇവർ പരിചയത്തിലായി, അതുമാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും കുറേ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതിയെ കണ്ടെത്തി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആതിരയുടെ കൊലപാതകം അതിദാരുണമായൊരു കൊലപാതകമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നത്.